guys, welcome to my video. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഫാം വില്ലയിലാണ്. മൃഗങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാട്ടാ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. 200 രൂപയാട്ടാ ഇവിടേക്ക് കയറണമെങ്കിൽ. എനിക്കാണെങ്കിലോ ഹൈറ്റ് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് എനിക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. കയറി ചെന്നപ്പോ അവര് ഒരു പ്ലാവില തന്നു. അവിടെയുള്ള മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാനാട്ടാ. ആദ്യം തന്നെ നിൽക്കുന്നത് ഒട്ടകമായിരുന്നു. ഞങ്ങളെല്ലാവരും കൊടുത്തുട്ടാ. അടുത്തത് കുതിരയായിരുന്നു. അതിന് ഞാൻ കൊടുത്തുട്ടാ. കുറച്ചങ്ങടെ മുന്നോട്ട് പോയപ്പോഴേ കുറെ ആൾക്കാർ കൂടി നിൽക്കണു. അവിടെ ചെന്നപ്പോണ്ടാ അവര് ഇതാന്റെ തലയിൽ വെച്ചെന്നു. അണ്ണാൻകുട്ടനാട്ടാ. 2 ഉണ്ടായിരുന്നു. നല്ല പേരുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. സത്യത്തില് എൻ്റെ തലയിൽ കുറച്ചു നേരം നിന്നിട്ട് രാധമ്മയുടെ കയ്യിലേക്ക് കയറി. ഇവിടെ ഒരു പക്ഷി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക തരം തത്തമ്മ ഇട്ടത്. പക്ഷേ അത് കൊത്തുന്ന് പറഞ്ഞവര്. കുഞ്ഞു തത്ത കുഴപ്പമില്ലാട്ടാ. അത് കയ്യില് നിക്കുമ്പോ നഖങ്ങനെ ആ തത്തയുടെ വെക്കില്ലേ, അപ്പൊ കുറച്ച് വേദന ഉണ്ടാവൂട്ടാ. ആ ചിരി കണ്ടോ നിങ്ങള്? പേടിച്ചിട്ടുള്ള ചിരിയാണ് കേട്ടത്. ഉടുമ്പിനെ ഞാൻ എടുത്തില്ല കേട്ടാ. അതിന് നല്ല ഭാരണ്ടേ. പലതരത്തിലുള്ള കോഴിയും മുയലും പൂച്ചയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സെന്റിമീറ്റർ താഴെയാണെങ്കിൽ ടിക്കറ്റ് വേണ്ടാട്ടാ. ഒരു ഗംഭീര പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് കണ്ടോ, ഇതാണ് തേള്. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടാ. പാമ്പിന് ഒരു കഴുത്തിലിട്ടേരും. അച്ഛൻ്റെ കഴുത്തിലിട്ടപ്പോ അത് കാണാൻ വേണ്ടി ഞാൻ അവിടെ നിന്നതാ. അവരത് എൻ്റെ കഴുത്തിലിട്ടു. ഞാൻ പെട്ടില്ലേ. അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാലോ. ഞാൻ വീട്ടിൽ ഞാൻ വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്കിതിനൊന്നും പേടിയില്ല. എനിക്ക് പാമ്പിനൊക്കെ കഴുത്തില്ല ഭയങ്കര ധൈര്യ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കാരണം ആകെ നാണം കിട്ടും ഞാൻ.
Nah, payam, 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 payam. അവിടെ കൂട്ടില് കുറച്ച് തത്തകളായിട്ടുണ്ട് കേട്ടാ. കുറച്ച് ആൾക്കാരെ ആ കൂട്ടിലേക്ക് കയറ്റൂട്ടാ. എല്ലാവരുടെ കയ്യിലും കുറച്ച് തീറ്റ കൊടുത്തിട്ടുണ്ടാവും കിളികൾക്ക് കൊടുക്കാനേ. അങ്ങനെ വളരെ സന്തോഷത്തില് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മളിങ്ങനെ കയ്യിൽ തീറ്റ പിടിച്ചിട്ട് നിൽക്കണട്ടാ. അപ്പൊ കിളികൾ വന്ന് കുത്തി തിന്നും. അപ്പൊ ഞാൻ കയ്യിൽ തീറ്റ പിടിച്ച് നിൽക്കാണ്. അപ്പോഴേ ഒരു സംഭവം ഉണ്ടായി. ഒരു കിളി എൻ്റെ കയ്യിൽ വന്നിട്ട് കാഷ്ടിച്ചു. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ. ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായിട്ടാ. പിന്നെ ഒരു വിധത്തിൽ അമ്മ എന്നെ സമാധാനിപ്പിച്ചിട്ട് കിളികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് തുടങ്ങി. ആ ഒരു കിളിയെ തിരിഞ്ഞു നിൽക്കണു. അടുത്തത് കാഷ്ടിക്കാനാവും. ഞാൻ വേഗം ഉണർന്നു. അല്ല പിന്നെ എന്നോട് കളി. അച്ഛൻ കൊടുക്കുമ്പോ നല്ലോണം കഴിക്കില്ലായിരുന്നു കേട്ടോ. അച്ഛന് ഹൈറ്റുണ്ടല്ലോ. ഈ കിളികളാണെങ്കിൽ എല്ലാം മുകളിൽ പോയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു കരച്ചില് കഴിയുമ്പോ എനിക്ക് ഭയങ്കര ധൈര്യമായി. പിന്നെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി പാമ്പിനെ കഴുത്തിലിടാൻ പോയി. ഇപ്പൊ എന്റെ വീഡിയോ മാറിട്ടോ. കണ്ടോ ഗൈസ്, ഞാൻ പാമ്പിന്റെ കഴുത്തിലിട്ടൊക്കെ കണ്ടുവോ? തൊടാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി പൂച്ചയുണ്ടെന്ന്. ആ പൂച്ചയുടെ അടുത്തേക്ക് പോയി അതിന് അച്ഛനെടുത്തോട്ടാ. അപ്പണ്ടാ അച്ഛൻ്റെ ബാക്കിലേക്ക് പോടൂ. ഇടയിലിടയില് അവിടെ പോയി കൈ കഴുകാനുള്ള സ്ഥലമുണ്ട് കേട്ടാ. മൃഗങ്ങളെയൊക്കെ തൊടുന്നതല്ലേ. പിന്നത്തെ സ്ഥലത്തെ കുറെ താരാവും അരയന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. താരാവില്ലട്ടാ, താറാവ്. പിന്നെ കഴുതിയും കുതിരയും ഒക്കെ ഉണ്ടായിരുന്ന. കുതിരപ്പുറത്ത് കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാട്ടോ. കുതിര സവാരി ഇല്ല കേട്ടോ. പന്നി, കാള, പശു അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള ആടുണ്ട്. കുഞ്ഞി പശു.
കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് കേട്ടോ അവിടെ. കുറേ നേരം ഞങ്ങൾ അവിടെയും കളിച്ചു. തിരിച്ചു പോണ വഴിക്ക് ഞങ്ങൾ അണ്ണാൻകുട്ടന്മാരെ ഒന്നും കൂടി പള്ളിയിൽ കയറ്റിയിട്ട് പോവാന്ന് വിചാരിച്ചു. അവരെ സ്ലൈഡ് എടുക്കാൻ നോക്കണു. അങ്ങനെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയിപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടാ. രാവിലെ 10 മണി തൊട്ട് 7 മണി വരെ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് വൈകുന്നേരം പോണതായിരിക്കും എല്ലാവർക്കും നല്ലത്. ആ സമയമാകുമ്പോഴേ വെയിൽ കുറവുണ്ടല്ലോ. ഞങ്ങളെ ഇറങ്ങണം നേരത്ത് കുറേ പേരും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 200 രൂപയ്ക്ക് ഞങ്ങളെ അവിടെ ഒത്തിരി സന്തോഷിച്ചിട്ട് പോന്നു. ചാവക്കാടാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.